ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPSനെ കുറിച്ചാണ്. EPS അഥവാ എൻ്റർപ്രൈസ് പ്രോജക്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിലുള്ള പ്രോജക്ട്സിനെ സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് EPS. അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രോജക്ട്സുകളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയും. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് EPS. EPSന്റെ മെയിൻ യൂസേജ് ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് ടീമിന് അവരുടെ പ്രോജക്ട്സിന്റെ സ്റ്റാറ്റസ് ഒരു പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്താൻ വേണ്ടിയാണ്. അതായത് കംപ്ലീറ്റ് പ്രോജക്ട്സ് ഒരു സിംഗിൾ വ്യൂവിൽ തന്നെ അതിന്റെ സ്റ്റാറ്റസ്, ബഡ്ജറ്റ് ഓവർ റൺ ആണോ, കോസ്റ്റ് ഓവർ റൺ ആണോ, അണ്ടർ റൺ ആണോ, പിന്നെ ഷെഡ്യൂൾ എഹെഡ് ആണോ, ഡിലേ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ EPS യൂസ് ചെയ്യുന്നത്. നമ്മൾ പോർട്ട്ഫോളിയോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ, EPSന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. EPS is a logical, meaningful, hierarchical arrangement of all the projects in your organization. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ആണ്. എല്ലാ പ്രോജക്ട്സിന്റെയും ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ആണ്. This is a view of company showing its areas of operations. അതായത് ഒരു കമ്പനി ഏതൊക്കെ പ്രോജക്ട്സുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോജക്ട്സുകളാണ് ഡീല് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് ഈ പ്രോജക്ട്സുകൾ ഡീല് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ EPS ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. Once defined, the EPS does not change frequently. അതായത് യൂഷ്വലി EPS വൺസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാറില്ല. നെക്സ്റ്റ് പോയിന്റ്, EPS ഈസ് അവൈലബിൾ ടു ഓൾ എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇൻ ദ എന്റർപ്രൈസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതിന്റെ അണ്ടറിൽ അതിന്റെ സബ് EPS ആയിട്ടായിരിക്കും, അതിന്റെ സബ് ലെവൽ ആയിട്ടായിരിക്കും നമ്മളെ ഓരോ പ്രോജക്ട്സുകളും ആഡ് ചെയ്യുക. EPSന്റെ അണ്ടറിലായിട്ടായിരിക്കും നമ്മളെ ഓരോ പ്രോജക്ട്സും, ഫ്യൂച്ചറിലുള്ള എല്ലാ പ്രോജക്ട്സുകളും ആഡ് ചെയ്യുന്നത് EPSന്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഒരു EPSന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിന് ഫസ്റ്റ് ഒരു മെയിൻ EPS അല്ലെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറയും, അതുണ്ടാവും. പിന്നെ എല്ലാം അതിന്റെ സബ് ലെവൽ ആയിട്ടായിരിക്കും വരിക, സബ് EPS അല്ലെങ്കിൽ സബ് നോഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ച് EPS എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രത്തിലൂടെ എങ്ങനെ EPSനെ സ്ട്രക്ചറൈസ് ചെയ്യാമെന്ന് നോക്കാം. പിന്നീട് സെയിം എക്സാമ്പിൾസ് P6 അപ്ലൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ ഒരു കമ്പനിയുടെ EPSനെ ഏരിയ വൈസ് വെച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ABC കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെയിൻ EPS ആ കമ്പനിയുടെ നെയിം ആയിരിക്കും യൂഷ്വലായിട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ സബ് ലെവലായിട്ട് ഇപ്പൊ ഞാനിവിടെ ഏരിയ വൈസ് ആണ് കൊടുത്തത്. അപ്പം ഇതൊരു MNC കമ്പനിയാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഡിഫറെന്റ് കൺട്രീസിൽ ഇതിന് പ്രോജക്ട്സ് ഉണ്ട്. ഞാൻ ഇതിനെ ഒരു ഏരിയ വൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്നൊരു EPS കൊടുത്ത്, യൂറോപ്യൻ എന്ന് പറഞ്ഞൊരു EPS കൊടുത്തു. പിന്നെ അതിനെ വീണ്ടും സബ് ലെവലാക്കി മിഡിൽ ഈസ്റ്റിൽ ഒരു 3 കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യനിലും ഒരു 2 യൂറോപ്യൻ കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് EPS ക്രിയേറ്റ് ചെയ്യാം. അത് കമ്പനി റിക്വയർമെന്റ് അനുസരിച്ച് വേണം നമ്മൾ EPS ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ എപ്പോഴും പ്രോജക്ട്സിൽ ക്രിയേറ്റ് ചെയ്യാം ഏറ്റവും ലാസ്റ്റിലുള്ള EPSന്റെ അണ്ടറിൽ ആയിട്ടായിരിക്കും.
അതായത് ഇപ്പം UAE-യിലുള്ള പ്രോജക്ട്സുകളെല്ലാം ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ ഇപ്പം UAE-യിലുള്ള പ്രോജക്ട്സുകളെല്ലാം UAE എന്ന EPS-ന്റെ അണ്ടറിലായിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഖത്തറിലുള്ളതാണെങ്കിൽ ഖത്തറിലുള്ള പ്രോജക്ട്സുകളെല്ലാം ഈ ഖത്തർ എന്ന EPS-ന്റെ അണ്ടറിൽ ആയിട്ടായിരിക്കും നമ്മൾ പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ലാസ്റ്റ് വരുന്നതെല്ലാം പ്രോജക്ട്സുകളാണ്. കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ EPS ലെവൽ എന്ന് പറഞ്ഞത് ഈ UAE, ഖത്തർ, കുവൈത്ത്, UK, ഫ്രാൻസ് ആ ലെവൽ വരെയാണ്. അതുവരെയാണ് നമ്മളെ EPS എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്നതെല്ലാം പ്രോജക്ട്സുകളാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴാണ് ഒന്നുകൂടെ ക്ലിയർ ആവുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇത് വേറെ ഒരു ടൈപ്പിലാണ് ഞാൻ EPS ക്രിയേറ്റ് ചെയ്തത്. ഇത് XYZ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ EPS ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളെ മെയിൻ EPS വരിക. ഇനി അതിന്റെ സബ് EPS ആയിട്ട് ഞാൻ അവർ ചെയ്യുന്ന പ്രോജക്ട്സിന്റെ ടൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. ഇപ്പം കൺസ്ട്രക്ഷൻ പ്രോജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ മെയിൻ്റനൻസ് പ്രോജക്ട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ IT പ്രോജക്ട്സുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് പ്രോജക്ട്സുകളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ലെവലിൽ ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത് സബ് EPS ക്രിയേറ്റ് ചെയ്ത്, പിന്നെ അതിന്റെ സബ് EPS ആയിട്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വരുന്ന ഇപ്പം റോഡ് പ്രോജക്ട്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഹൈ റൈസ് ബിൽഡിംഗ് പ്രോജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ്റനൻസ് EPS-ന്റെ അണ്ടറിൽ ഇപ്പോൾ പവർ പ്ലാന്റ് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ 2 EPS കൊടുത്ത്, പിന്നെ അതുപോലെ IT-ന്റെ അണ്ടറിൽ ഡാറ്റാ സെന്റർ കൺസോളിഡേഷൻ എന്നൊരു EPS കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളെ EPS ലെവൽ. ഇനി ആ കമ്പനിയുടെ പ്രോജക്ട്സുകളെല്ലാം ഈ EPS-ന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് EPS-ന്റെ അണ്ടറിലായിട്ടായിരിക്കും വരിക. അതായത് ഇപ്പൊ ആ കമ്പനിയുടെ റോഡ് പ്രോജക്ട്സുകളെല്ലാം ആ EPS-ന്റെ അണ്ടറിൽ ആയിട്ടായിരിക്കും, എത്ര പ്രോജക്ട്സുകൾ ഉണ്ടെങ്കിലും ആ ഒരു EPS-ന്റെ അണ്ടറിലായിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോജക്ട്സുകളും. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ സെയിം എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ P6-ൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ P6 ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ മേ ബി ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയി വരുന്നത് എങ്കിൽ നിങ്ങൾ ഇവിടെ സൈഡിൽ ഒരുപാട് ടൂൾ ബാർസ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ ടോപ്പിലും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ ഓരോ ടൂൾ ബാർസും എന്താണ് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ പ്രോജക്ട്സ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതാണ് നിങ്ങളെ EPS വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഓൾ ഇനീഷ്യേറ്റീവ്സ്, അതുപോലെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, എനർജി സർവീസസ്, അതുപോലെ മാനുഫാക്ചറിങ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് പ്രോഗ്രാം, ഇതൊക്കെ ഓരോ EPS-കളാണ്. ഇതിന്റെ താഴെ വരുന്നതാണ് പ്രോജക്ട്സുകൾ. ഈ ഫോൾഡർ ഐക്കണിൽ വരുന്നതാണ് പ്രോജക്ട്സുകൾ. അതുപോലെ ഈ ഒരു പിരമിഡ് ഷേപ്പിൽ കാണുന്നതാണ് നമ്മളെ EPS. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് EPS. ഇനി നമ്മൾ എങ്ങനെ EPS ക്രിയേറ്റ് ചെയ്യാം നോക്കാം. അതിന് നമ്മൾ എന്റർപ്രൈസ് ഓപ്ഷനിൽ പോവുക. അവിടെ എന്റർപ്രൈസ് പ്രോജക്ട് സെക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച പോലെ എല്ലാ EPS-ഉം എല്ലാ EPS ഇവിടെ കാണാം. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു EPS ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു EPS സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്റർപ്രൈസ് ആണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്താൽ
അതിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും ക്രിയേറ്റ് ആവുക. ഇതിപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ചെയ്യാം. XYZ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പം EPS ID ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഉള്ളത് EPS ID ആണ്. ഓക്കെ, നെക്സ്റ്റ് കോളം വരുന്നത് EPS നെയിം ആണ്. അപ്പോൾ നമുക്ക് EPS നെയിമിൽ XYZ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്യാം. ID നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് ആക്കിയിട്ട് ഒരു അബ്രിവിയേഷൻ ഫോമിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്ത് ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഷിഫ്റ്റ് ഇവിടെ ഷിഫ്റ്റ് അപ്പ് ഷിഫ്റ്റ് റൈറ്റ് എന്നൊക്കെ കാണാം. അത് ഷിഫ്റ്റ് അപ്പ് കൊടുക്കുക. ഷിഫ്റ്റ് അപ്പ് കൊടുത്താൽ കണ്ടോ ഇത് മുകളിലേക്ക് പോവും. ഇനി ഇതിനെ മുകളിലേക്ക് ആക്കാൻ കഴിയത്തില്ല, കാരണം ഇതിൻ്റെ സബായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെയിം ലെവലിലേക്ക് കൊണ്ടുവരാം. ഈ എൻ്റർപ്രൈസിൻ്റെ സെയിം ലെവലിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുപോകാൻ ഷിഫ്റ്റ് ലെഫ്റ്റ് കൊടുത്താൽ ഇതിപ്പം സെയിം ലെവലിലാണുള്ളത്. ഒന്ന് ഷിഫ്റ്റ് അപ്പ് കൊടുത്താൽ ഇത് സെയിം ലെവലായി. ഓക്കെ, ഇവിടെ ഓൾറെഡി കുറച്ച് EPSകൾ ഉള്ളതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് EPS ക്രിയേറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് IT, ഇങ്ങനെ 3 EPS ആണ് ഇതിൻ്റെ സബായിട്ട് വരുന്നത്. അതൊന്നുമില്ല, അത് നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാം. ഇവിടെ C എന്ന് കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒന്നും കൂടി ആഡ് കൊടുക്കാം. എന്നിട്ട് അടുത്ത EPS ക്രിയേറ്റ് ചെയ്യാം, മെയിൻ്റനൻസ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ആഡ് ചെയ്യാം. ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് കൊടുക്കുക. ഇവിടെ IT എന്ന് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഇവിടെ നമുക്ക് താഴെ ഓൾറെഡി ഒരു IT കിടക്കുന്നുണ്ട്. അപ്പം ഈ ID എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം IT1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ്റെ അണ്ടറിലാണ് നമ്മൾ റോഡ് പ്രോജക്റ്റ് അതുപോലെ ഹൈ റൈസ് ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നേരെ അണ്ടറിലായിരിക്കും വരിക, പക്ഷെ ഇതിൻ്റെ സെയിം ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് നമുക്ക് അതിൻ്റെ സബ് ലെവലിലാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് റൈറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ സബ് ലെവലായി. ഇനി റോഡ് പ്രോജക്ട്സ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ ആഡ് ചെയ്യാം. ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് കൊടുക്കുക. ഇനി മെയിൻ്റനൻസിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുക, ഷിഫ്റ്റ് റൈറ്റ് കൊടുക്കുക. പവർ പ്ലാന്റ് എന്ന് കൊടുക്കുക. ഒന്നും കൂടെ ആഡ് ചെയ്യുക, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് WTP. അതുപോലെ നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ ഡാറ്റാ സെന്റർ കൺസോളിഡേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ
അപ്പോൾ നമ്മൾ EPS ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ വ്യൂവിൽ വന്നാൽ കാണാം. ഇപ്പോൾ XYZ നമ്മൾ ഇവിടെ കാണാം. XYZ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിൻ്റെ അണ്ടറിലാണ് കൺസ്ട്രക്ഷൻ വരുന്നത്. അതുപോലെ റോഡ് പ്രോജക്ട്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോജക്ട്സുകളും ഈ EPSന്റെ റോഡ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ EPSന്റെ അണ്ടറിലായിരിക്കും ആഡ് ചെയ്യാം. അത് നമ്മൾ പ്രോജക്റ്റ് ക്രിയേഷന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. പിന്നെ അതുപോലെ തന്നെ ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ അണ്ടറിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോജക്ട്സുകളായിരിക്കും ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത EPSനെ നമ്മൾ നേരത്തെ വരച്ച പോലെ ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്റർപ്രൈസിൽ EPS പ്രോജക്ട് സ്ട്രക്ചർ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചാർട്ട് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അപ്പോൾ നമുക്ക് ചാർട്ട് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാമായിട്ട് EPSനെ കാണാം. ഇതിന് നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടാം. എന്നിട്ട് നോക്കിയാൽ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇതിനെ സൂം ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇവിടെയാണ് നമ്മൾ XYZ ഉള്ളത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത EPS. അപ്പോൾ ഒന്നും കൂടെ സൂം ചെയ്യണമെങ്കിൽ നമ്മളെ ഈ ബോക്സിന്റെ മുകളിൽ വെച്ച് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു വ്യൂവിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് മിനിമൈസ് ബട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മള് അപ്പൊ ഈ ഒരു ബോക്സ് 3 റോ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് ഇത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഈ ബോക്സ്. അതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ചാർട്ട് ബോക്സ് ടെംപ്ലേറ്റ് എടുക്കുക, കസ്റ്റമൈസ് എടുക്കുക. അപ്പോൾ ഇവിടെ WBS കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് EPS ID ആണ്. അതുപോലെ WBS നെയിം ഉദ്ദേശിക്കുന്നത് EPS നെയിം ആണ്. പിന്നെ റെസ്പോൺസിബിൾ മാനേജർ എന്ന് ഉദ്ദേശിക്കുന്നത് OBS ആണ്. നമ്മൾ OBS എടുക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലിപ്പം ഈ റെസ്പോൺസിബിൾ മാനേജർ കോളം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ മാനേജർ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അത് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കോഡ് വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കസ്റ്റമൈസ് എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ കോളത്തിൽ താഴെ കോളത്തിൽ പിന്നെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് ഇവിടെ ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് മീൻസ് സ്റ്റാർട്ട് ഡേറ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ അണ്ടറിൽ നമ്മൾ പ്രോജക്ട്സുകളൊക്കെ കൊടുത്താൽ മാത്രമേ ഡേറ്റ് ഒക്കെ അപ്പിയർ ആവുള്ളൂ. ഇപ്പൊ അപ്ലൈ കൊടുത്താൽ നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് EPS മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ അണ്ടറിൽ പ്രോജക്ട്സും ആക്ടിവിറ്റീസ് ഒക്കെ വന്നാൽ മാത്രമേ ബാക്കിയുള്ള ഈ കോളം ഒക്കെ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പം ഈ EPS നെയിം മാത്രം കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫോൺസ് ആൻഡ് കളേഴ്സ്, ഇതിലുള്ള ഫോൺസ് ആൻഡ് കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ മാറ്റാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് മാറ്റി കൊടുത്താൽ ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറും. അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ച് നമ്മൾ ആദ്യത്തെ വ്യൂയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ ടേബിൾ വ്യൂ എന്ന് കാണാം, ടേബിൾ വ്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.